ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴേ എനിക്ക് കുറച്ച് പൊട്ടുവെള്ളരി കിട്ടിയിട്ടുണ്ട്. ഈ പൊട്ടുവെള്ളരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാനും ഈ പറഞ്ഞതുപോലെ ഇതാദ്യമായിട്ടാണ് കണ്ടത്. പണ്ട് എപ്പോഴും ഞാനിതൊന്ന് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞ് ഇതങ്ങ് പൊട്ടും. ആ പൊട്ടിയത് ഞാൻ കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നമ്മൾ ഐസ്ക്രീം അതിൻ്റെ ആ ക്യൂബ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ മഞ്ഞൊക്കെ ഇരിക്കുന്നില്ലേ, അതേപോലെയാണ് ഇതെല്ലാം കൂടെ പാത്രത്തിലോട്ടാക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വളരെ പാടാണ് ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെയായിട്ട് എടുക്കുന്നത്. എൻ്റെ അടുപ്പിന് അത് വരുന്നില്ല എങ്കിലും ഞാൻ ഒരു വിധത്തിൽ അതിനെ വലിച്ചു പറിച്ച് കീറി എടുക്കുന്നുണ്ട്. അപ്പം ഒരു പ്ലേറ്റ് ഫുള്ളാക്കി ഞാൻ ആ പാത്രം മൊത്തം നിറച്ച് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ക്യൂബാണ് കേട്ടോ. ഇപ്പം ഞാൻ നെക്സ്റ്റ് പാത്രത്തിലേക്ക് അടുത്തത് കുറേശ്ശെയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ കുറച്ച് പാടാണ് എങ്കിലും മാക്സിമം അതങ്ങനെ എടുക്കാൻ പറ്റിയാൽ നമ്മൾക്ക് ജ്യൂസ് അടിക്കാനായിട്ട് കുറച്ച് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് കൂടുതലായിട്ടും എറണാകുളം സൈഡിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളിവിടെ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ചൂട് സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഒരിത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നല്ലൊരിതാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഇപ്പം മധുരമില്ല. നമുക്കിതിൽ മധുരമില്ല. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പഞ്ചസാരയും ഐസ് ക്യൂബും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. അടിപൊളിയാണ്. പക്ഷേ ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറേ നാൾ കൊണ്ട് ഇത് അന്വേഷിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെയെങ്ങും കാണാത്തത് കൊണ്ട്, എൻ്റെ നാട്ടിലൊന്നും ഇത് കാണാത്തത് കൊണ്ട് ഞാൻ ഈയിടെ ഒന്ന് പോയപ്പോഴേ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ നല്ലതാണ് കേട്ടോ. ജ്യൂസ് അടിച്ച് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണ്ണിമത്തൻ ആ ഒരു ഇത് കുടിക്കുന്ന ആ ഒരു ഫീലിങ്സേ ഉള്ളൂ. ഇതെന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലത്തെ കുരുവാണ്. മത്തങ്ങ അത് തന്നെ സംഭവം. അപ്പോൾ അതിൻ്റെ തൊലിയുണ്ട്. അത് നമുക്ക് കളഞ്ഞിട്ട് വേണം കുറേശ്ശെയായിട്ട് എടുക്കാൻ. അതിങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുവാണെങ്കിലാണ് സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ അടിച്ചു കഴിഞ്ഞ് സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം, അടിപൊളി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഐറ്റം. അങ്ങനെ ഞാൻ അത് വേഗം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കത് മൊത്തം എടുത്തു കഴിഞ്ഞാലേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും കളയാതെ ഞാൻ നല്ല വൃത്തിയായിട്ട് അത് ഫുള്ള് എടുത്ത് കിട്ടുന്നവരെ, അതായത് ആ കയ്യിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷിച്ചു വേണം. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് ഫുൾ എടുക്കണം എന്ന്. ആ ഒരെണ്ണം ഫുൾ എടുത്താലേ നമുക്ക് അത്യാവശ്യം അത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ. അത് ഫുള്ളായിട്ട് എടുത്ത് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഞാൻ എല്ലാം കൂടി ഇടുന്നില്ല, നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടേ നമ്മളിത് എടുക്കുന്നുള്ളൂ. എന്നിട്ട് കുറേശ്ശെയായിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ, അതായത് ഫസ്റ്റ് എടുത്ത ആ പാത്രത്തിലെ ആ ഒരു ഇത് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അത് അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 2, 3, 4, 5 പേർക്ക് കുടിക്കാനുള്ള രീതിയിൽ നമ്മൾക്കത് കിട്ടും. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഐസ് ക്യൂബ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചത്. ഐസ് ക്യൂബ് ഉണ്ട്, അതും കൂടെ ഇട്ട് അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായിരിക്കും. അതായത് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് അത് ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നറിയാം, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരിത്തിരി തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യാണ്ട് നമുക്ക് അടിക്കാം, എങ്കിലും ഞാൻ അതിൻ്റെ ആ കുറച്ചൊരു ഇത് ഉള്ളിലുള്ളതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് അടിച്ചു ജ്യൂസാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് മിക്സിയുടെ ഇതിലിട്ട് അടിച്ചതേ നോക്കിയേ, നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ഒരു ജ്യൂസി ടൈപ്പ് പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കട്ടിയാണെന്ന് തോന്നും. പക്ഷേ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട് കിട്ടി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.